കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം. നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ജില്ലാ ലേബർ ഓഫീസറുടെയും ACPയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 63 പേർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിലെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രളയ ദുരന്തം നേരിടുന്നതിൽ സർക്കാരിന് വലിയ പാളിച്ച ഉണ്ടായെന്ന് മുൻ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാളാൻ കാരണമായെന്ന് കെ രാജൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശനം പ്രാബല്യത്തിൽ വന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് വെർച്വൽ ക്യൂ ദർശന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ കുറുപ്പം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ച കോർപ്പറേഷൻ. കാനയിൽ റീത്ത് വെച്ച് BJPയുടെ പ്രതിഷേധം. നിർമ്മാണത്തിന്റെ പേരിൽ കോൺഗ്രസ് ഭരണസമിതിയിൽ ഭിന്നത. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയും പാചകവാതക വിതരണം പഴയപടിയാകുകയും ചെയ്തിട്ടും ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് തീവില. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ് സാധാരണക്കാർ. വാർത്തകൾ വിശദമായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. ആളപായമില്ല. നിർമ്മാണ സാമഗ്രികൾ കത്തിനശിച്ചു. 279.19 കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടന്നുവരുന്ന 7 നില കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. AC നിർമ്മാണ സാമഗ്രികളുടെ ഫോമുകൾ കത്തിയതോടെ കനത്ത പുക പുറത്തേക്ക് വരികയായിരുന്നു. സംഭവ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ജോലി സമയം കഴിഞ്ഞതിനാൽ നിർമ്മാണ തൊഴിലാളികളടക്കം ആരും തീപിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് MLA സേവ്യർ ചിറ്റിലപ്പിള്ളി പറഞ്ഞു. നമുക്കറിയാം, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കിഫ്ബി പ്രൊജക്ടുകളിൽ ഒന്നാണ്. AC ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ വെച്ചൊരു റൂമാണെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സൂക്ഷിച്ചിരുന്ന AC മെറ്റീരിയൽസിന്റെ ഫോമുകൾക്ക് തീ പിടിച്ചതാണെന്നും മെറ്റീരിയൽസ് അല്ലാതെ മറ്റൊന്നും കത്തി നശിച്ചിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് സിജോ പോൾ പറഞ്ഞു. AC ഡക്ട് കവർ ചെയ്യുന്ന ഒരു നൈട്രോ റബ്ബർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചധികം. അപ്പൊ അതിനെ എങ്ങനെയോ തീ പിടിച്ചതാണ്. അപ്പൊ പണിക്കാരധികം അകത്തുണ്ടായി ആരും ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. പണിക്കാരില്ല, അവര് സ്റ്റോക്ക് ചെയ്തിരുന്ന ഏരിയ അത്. അപ്പൊ അതിലെന്തോ ഷോർട്ട് സർക്യൂട്ടോ എന്തോ കാരണം കൺസ്ട്രക്ഷൻ ലൈനിന്റെ എന്തെങ്കിലും കാരണം കൊണ്ട് തീ പിടിച്ചാകാന്ന് വിചാരിക്കുന്നു. മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ നാശനഷ്ടങ്ങളൊന്നും കാണുന്നില്ല. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന സമരം ഒത്തുതീർന്നു. 141 ദിവസം നീണ്ടുനിന്ന സമരമാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഒത്തുതീർന്നത്. UNA പ്രതിനിധികളും ജൂബിലി മാനേജ്മെന്റ് പ്രതിനിധികളും തൃശൂർ ACP TR രാജേഷ്, ജില്ലാ ലേബർ ഓഫീസർ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർന്നത്. ഈ മാസം 30 മുഴുവൻ ജീവനക്കാർക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനും അവരെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരെയും അതാത് സമാനമായിട്ടുള്ള രീതിയിലേക്ക് 80% ആളുകൾ അടുത്ത 60 ദിവസം കൊണ്ട് എടുക്കാനെല്ലാം തീരുമാനമായിട്ടുണ്ട്. തുടർ ചർച്ചകൾ ഒരുപാട് മറ്റു പ്രശ്നങ്ങളുണ്ട്.
ആ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ലേബർ ഓഫീസറുടെ മധ്യത്തിൽ ലേബർ ഓഫീസർ ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയിക്കാണ്. അദ്ദേഹം വന്ന ഉടനെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ പുനരാരംഭിക്കും. കോൺട്രാക്ട് വ്യവസ്ഥ പൂർത്തിയായ ആൾക്കാരാണ്. അവരെ കോൺട്രാക്റ്റ് എല്ലാം റിന്യൂ ചെയ്യാനും അവരെ ആദ്യം 1 വർഷം പിന്നീട് 3 വർഷം പിന്നീട് 5 വർഷം പുതുക്കി നൽകാനും തീരുമാനിച്ചു. അതുപോലെ തന്നെ 6-6-12 എന്നുള്ള ഷിഫ്റ്റ് ക്രമം അടക്കമുള്ള കാര്യങ്ങൾ UN ഉയർത്തിയ എല്ലാ കാര്യങ്ങളും അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുണ്ടായി. അത് രേഖാമൂലം ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് ലേബർ ഓഫീസറുടെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർന്നു. വലിയ പിന്തുണ TCയുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തും വലിയ പിന്തുണ ഉണ്ടായി. ആ പിന്തുണക്ക് അതുപോലെ തന്നെ തൃശ്ശൂരിലെ നല്ലവരായ ജനങ്ങൾ, ഇവിടെ പൊതിച്ചോറ് വിതരണവുമായിട്ടും ഞങ്ങളെ പിന്തുണച്ചെത്തിയ മുഴുവൻ ആളുകളോടും ഞങ്ങൾ നന്ദിയും സ്നേഹവും കടപ്പാടറിയും. സമരം 5 മാസം നീണ്ടു നിന്നുള്ള സമരം വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. സമരം നമ്മൾ 141 ദിവസം ഉജ്ജ്വലമായിട്ടുള്ളൊരു സമരമായിരുന്നു. അതിനുശേഷം നമ്മൾ വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒരു 90% കാര്യങ്ങൾ ഇപ്പം ധാരണയായി. ബാക്കിയുള്ള ഒരു 10% ചർച്ചകളിലൂടെ ധാരണയാക്കാം എന്നുള്ളതാണ്. അത് ലേബർ ഓഫീസറും വന്നതിന് ശേഷം ആ 10% കാര്യങ്ങളൂടെ ചർച്ച ചെയ്ത് തീരുമാനമാക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ ഇനി സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മറ്റ് പ്രതികാര നടപടികളൊന്നും ഇല്ലാതെ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ എല്ലാവരും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കും. ജനറൽ ഷിഫ്റ്റ് ഒഴികെ സ്ഥാപനത്തിലെ എല്ലാ നഴ്സിംഗ് ജീവനക്കാരുടെയും ഷിഫ്റ്റ് സംവിധാനം 6-6-12 എന്ന രീതിയിൽ ക്രമീകരിക്കും. കരാർ വ്യവസ്ഥയിൽ നഴ്സിംഗ് ജീവനക്കാരെ ആദ്യം 1 വർഷത്തേക്കും പിന്നീട് 3 വർഷത്തേക്കും തുടർന്ന് 5 വർഷത്തേക്കും നിയമിക്കും. ശമ്പള വർധന ഉൾപ്പെടെയുള്ള മറ്റ് തർക്കവിഷയങ്ങൾ മാനേജ്മെന്റും യൂണിയനും തുടർ ചർച്ചകൾ നടത്തി രമ്യമായി പരിഹരിക്കും. സമരത്തിൽ ഏർപ്പെട്ടിരുന്ന ജീവനക്കാർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും സ്വീകരിക്കുകയില്ല. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നഴ്സിംഗ് ജീവനക്കാരെയും ഈ മാസം 30-നകം ഘട്ടം ഘട്ടമായി അവർ മുൻപ് ജോലി ചെയ്തിരുന്ന സമാന വിഭാഗങ്ങളിലേക്ക് തിരിച്ചെടുക്കും. ഈ ജീവനക്കാരെ അടുത്ത 3 മാസത്തിനുള്ളിൽ അവർ മുൻപ് ജോലി ചെയ്തിരുന്ന അതേ വിഭാഗങ്ങളിൽ തന്നെ പുനഃപ്രവേശിപ്പിക്കും. വളരെ സന്തോഷം. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ നടന്നു വന്നിരുന്ന UNAയുടെ ആഭിമുഖ്യത്തിലുള്ള സമരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളിലൂടെയാണ് ജൂബിലി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് സമവായ ചർച്ചകളിലൂടെ 2 കൂട്ടർക്കും സമ്മതം ഉള്ള, 2 കൂട്ടർക്കും പരാതികളില്ലാത്ത ഒരു കരാറിൽ എത്തി സമവായത്തിലൂടെ ഇന്ന് സമരം തീർന്നിരിക്കുന്ന വളരെ സന്തോഷം. ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഏറെ ദിവസങ്ങളായി തുടരുന്ന സമരം അവസാനിച്ചതിലേറെ സന്തോഷമുണ്ട്. സത്യത്തിൽ ഇത് ധാർമ്മിക വിജയമാണ്, സത്യത്തിൻ്റെ വിജയമാണ്. അതിരൂപതാ സംരക്ഷണ സമിതി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് ഈ അതിരൂപതയിലെ മിഷൻ ആശുപത്രികൾ സംരക്ഷിക്കപ്പെടണം, ഏറ്റവും പാവപ്പെട്ടവർക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വിദഗ്ധ ചികിത്സ ഉറപ്പു നൽകുന്ന മിഷൻ ആശുപത്രികൾ സംരക്ഷിക്കപ്പെടണം എന്നതായിരുന്നു ഒരു നിലപാട്. തീർച്ചയായിട്ടും അതിരൂപതയുടെയും ഈ ജൂബിലി മിഷൻ ആശുപത്രിയുടെയും സേവന സംസ്കാരം ഞങ്ങൾ തുടരും. അത് സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ്, അത് പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാണ്. അവൻ്റെ ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റവും ലളിതമായ ചുരുങ്ങിയ ചെലവിൽ നിർവഹിക്കാനുള്ളതാണ്. അത് ഈ ഒരു ധാർമ്മിക സമരത്തിൽ അതിരൂപതയോടൊപ്പം നിന്ന തൃശ്ശൂരിലെ മുഴുവൻ പൊതുസമൂഹത്തോടും സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ രംഗത്തെ മുഴുവൻ സുഹൃത്തുക്കളോടും ഏറ്റവും ആദരവോടെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ, UNA പ്രതിനിധികളായ M ജാസ്മിൻ ഷാ, ലിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ചർച്ച സമവായത്തിലെത്തിയതിനെ തുടർന്ന് UNA നഴ്സുമാർ അത്യാഹിത വിഭാഗം കവാടത്തിൽ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. തൃശൂർ ACP TR രാജേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ആശുപത്രി അങ്കണത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു. TCV തൃശൂർ. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 117 വീടുകൾ ഭാഗികമായി തകർന്നു. തൃശൂർ മനക്കൊടി, പുള്ള് റോഡ്, അമല, ചൂരക്കാട്ടുകര, കുറ്റൂർ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡുകൾ അടച്ചു. കടൽക്ഷോഭം ശക്തമായതിനെ തുടർന്ന് പുന്നയൂർക്കുളം അണ്ടത്തോട് ബീച്ചിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 19 കുടുംബങ്ങളിലെ 45 പേരെ മാറ്റി താമസിപ്പിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. മുള്ളൂർക്കര അസുരൻകുണ്ട് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം തുറക്കും. ഡാമിലെ ജലനിരപ്പ് 8.80 മീറ്ററായി ക്രമീകരിച്ച് അധിക ജലം ഘട്ടം ഘട്ടമായി പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അനുമതി നൽകിയിട്ടുള്ളത്.
മുള്ളൂർക്കര, ചേലക്കര, പാനാൽ എന്നീ പഞ്ചായത്തുകളിലെ പുതുപ്പാലം തോട്, കൂളിത്തോട് എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിൽ മണ്ണിടിച്ചിലും മരം കടപുഴകി വീണതിനെ തുടർന്ന് പരിസരത്തെ 5 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാട്ടിൽ വീട്ടിൽ മുകേഷ്, പാറത്തോട്ടിൽ വർഗീസ്, മാക്കോ തന്നിൽകുമാർ എന്നിവരടക്കം 6 വീട്ടുകാരെയാണ് മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി താമസിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുന്നിൻ ചരിവിൽ നിന്നിരുന്ന 2 വൻമരങ്ങൾ കടപുഴകുകയും മണ്ണിടിച്ചിലും ഉണ്ടായത്. സമീപത്തെ അങ്കണവാടി കെട്ടിടവും അപകട ഭീഷണിയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലം ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, MLA കെ രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് തുടങ്ങിയവർ സന്ദർശിച്ചു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നാ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ശക്തമായ കാറ്റിലും മഴയിലും ചൂണ്ടൽ കേച്ചേരി തൂവാനൂരിൽ കൂറ്റൻമരം വൈദ്യുത കമ്പിയിലേക്കും ഇടറോഡിലേക്കും കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഗ്രേഡ് ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കടവല്ലൂർ പാടത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് കുന്നംകുളത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം തോട്ടിലേക്ക് മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുണ്ടായിരുന്നതിനാൽ വാഹനം പാലത്തിനടിയിൽ അകപ്പെട്ട നിലയിലായിരുന്നു. കാർ രാത്രി തന്നെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ വലിയ ക്രെയിൻ എത്തിച്ച് കാർ പുറത്തെടുത്തു. ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ, കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ വിജയ് കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർ പുറത്തെടുത്തത്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് KSEBക്ക് 25 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നത്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലവർഷക്കെടുതിയിൽ തകരാറിലായ വൈദ്യുതി ബന്ധം എത്രയും വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം മന്ത്രി അഭ്യർത്ഥിച്ചു. പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി എത്താൻ വൈകിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി എത്താൻ വൈകിയിട്ടില്ലെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. KSEBക്ക് 25 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പത്തനംതിട്ട ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ട്രാൻസ്ഫോമറുകൾ, ലൈനുകൾ, HT-LT പോസ്റ്റുകളുടെ തകർച്ച, ഇതൊക്കെയാണ് നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം പരിഹരിച്ചു വരികയാണ്. നഷ്ടം പരിഹരിക്കുകയല്ല, വന്നിട്ടുള്ള കേടുപാടുകളും അതുപോലെ സപ്ലൈ ഡിസ്റപ്ഷനും പരിഹരിക്കാനുള്ള തീവ്ര പരിശ്രമമാണ്. ഇന്ന് പത്തനംതിട്ടയുടെയും ആലപ്പുഴയുടെയും പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവിടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥിൻ്റെയും MLA-മാരുടെയും നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാനും കൂടി പങ്കെടുത്തു. അപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വെള്ളം കയറിയ സ്ഥലങ്ങളിലെ സപ്ലൈ അവിടെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൽ വന്ന് ഞാൻ കളക്ടറുമായിട്ടും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി അജയ് ജനീഷിൻ്റെ നേതൃത്വത്തിൽ
കളക്ടറും മറ്റെല്ലാവരും ചേർന്ന് തൃശ്ശൂരിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനം നടത്തുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ മഴയ്ക്ക് ഒരു ശമനമുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇന്ന് 1-2 പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാം കാണുന്നതിന് വേണ്ടി പോകുന്നു. കനത്ത മഴയിൽ ജനങ്ങളെ രക്ഷിക്കാൻ എപ്പോഴും സജ്ജരായിരിക്കേണ്ട ഗുരുവായൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ദുരിതക്കയത്തിൽ. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുകയും കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലുമാണ് അഗ്നിശമന സേന ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതേസമയം ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം 6 മാസം മുമ്പ് തന്നെ പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ അവിടേക്ക് മാറാനാകാതെ പഴയ കെട്ടിടത്തിൽ തന്നെ തുടരേണ്ടി വരികയാണ്. ഗുരുവായൂർ തെക്കേനടയിൽ ദേവസ്വം ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഗുരുവായൂർ ദേവസ്വം 2 നിലകളുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം അഗ്നിരക്ഷാ സേനയ്ക്ക് കൈമാറാനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ കെട്ടിടത്തിന് പ്രതിമാസം 1.80 ലക്ഷം രൂപ വാടക ദേവസ്വം ആവശ്യപ്പെട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇത്രയും വലിയ തുക വാടകയായി നൽകാൻ കഴിയില്ലെന്നാണ് അഗ്നിശമന രക്ഷാസേനയുടെ നിലപാട്. വാടക കുറച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേന ആസ്ഥാനത്തു നിന്ന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കൗസ്തുഭം റെസ്റ്റ് ഹൌസ് ഉദ്ഘാടന ചടങ്ങിൽ ദേവസ്വം മന്ത്രി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ചെയർമാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ NK അക്ബർ MLA ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചിരുന്നു. ഗുരുവായൂർ അഗ്നിശമന സേന വർഷങ്ങളായി ദേവസ്വത്തിന്റെ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മഞ്ജുലാൽ പരിസരത്തുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ആ കെട്ടിടം അപകടാവസ്ഥയിലായതോടെ 5 വർഷം മുൻപ് വടക്കേനടയിലെ കൈരളി ജംഗ്ഷനിലുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ അതിലും ദയനീയമാണ്. മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഓഫീസിലേക്ക് കയറിയ വെള്ളം ഉദ്യോഗസ്ഥർ പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. കെട്ടിടത്തിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും ചോർച്ചയുള്ളതിനാലും ചുമരുകൾ കുതിർന്നിരിക്കുകയാണ്. കെട്ടിടം സൗജന്യമായി ലഭിച്ചതിനാൽ ആവശ്യമായ സൗകര്യങ്ങൾ ആവശ്യപ്പെടാനും അഗ്നിരക്ഷാ സേനയ്ക്ക് പ്രയാസമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും സ്ഥാപനത്തിന്റെ പേരെഴുത്തും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ആവശ്യമായ ഭരണാനുമതികളും ഔപചാരിക നടപടികളും പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്നാൽ മാത്രമേ അഗ്നിരക്ഷാസേനയ്ക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകൂ. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന സേനയെ ആദ്യം ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. TCV ഗുരുവായൂർ. ഇത്തവണ പ്രളയ ദുരന്തം നേരിടുന്നതിൽ സർക്കാരിന് വലിയ പാളിച്ച ഉണ്ടായെന്ന് മുൻ റവന്യൂ മന്ത്രിയും MLAയുമായ അഡ്വക്കേറ്റ് കെ രാജൻ. ഇത്ര മഴ പെയ്തിട്ടും പീച്ചി ഡാമിൽ വരൾച്ചാ ദുരിതം നേരിടുന്നതിനുള്ള വെള്ളം ഇനിയും ആയിട്ടില്ലെന്നും MLA. പീച്ചി ഡാമിലെ വെള്ളത്തിന്റെ സ്ഥിതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MLA. പീച്ചി ഡാമിൽ ആകെ കപ്പാസിറ്റിയുടെ 41% വെള്ളം മാത്രമേ ഇപ്പോഴുള്ളൂ. 79 മീറ്ററാണ് ഡാമിന്റെ മാക്സിമം കപ്പാസിറ്റി. എന്നാൽ നിലവിൽ 73.9 മീറ്റർ വെള്ളമാണുള്ളത്. അതുകൊണ്ട് വെള്ളം തുറന്നുവിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും MLA പറഞ്ഞു. എന്നാൽ മിന്നൽ പ്രളയം പോലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തുടർച്ചയായി നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചയ്ക്ക് കാരണമാണെന്ന് മുൻ റവന്യൂ മന്ത്രി പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പ് ഇതിനെ നേരിടുന്നതിൽ വലിയ പാളിച്ച ഉണ്ടായതായി പത്തനംതിട്ട MLA ഉൾപ്പെടെ അബിൻ വർക്കി ഉൾപ്പെടെ വളരെ പരസ്യമായി പറയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി അവധാനതയോടുകൂടി മഴക്കാല പ്രവർത്തനങ്ങളെ കാണേണ്ടതായിരുന്നു. അങ്ങനെ കാണുന്നൊരു ശീലം നമുക്കിടയിലുണ്ടായിരുന്നു. 2583 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ 2 മാസക്കാലത്തിനിടയിൽ മാറ്റിയത്. അതിൽ 559 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുമിച്ച് ഈ ദുരന്തം നടന്ന അതേ വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാർ ചെറിയൊരു സമയക്കാലം കൊണ്ട് മാറിയപ്പോൾ അവർക്ക് ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും നടത്തുന്നതിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെ മാത്രം ആശ്രയിക്കരുതെന്ന് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ വേറെ നിരവധിയായി മാർഗങ്ങൾ ആശ്രയിക്കാറുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാമുള്ള വീഴ്ചകൾ വളരെ വലുതാണെന്നും അതെല്ലാം പരിശോധിക്കണമെന്നും MLA പറഞ്ഞു. ദുരന്തമുണ്ടായ പത്തനംതിട്ടയിൽ 13 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ 117 പേരെയാണ് ഈ ചെറിയ കാലയളവിൽ മാറ്റിയത്. ഈ ദുരന്തത്തെ കുറച്ചുകൂടി ആധികാരികമായി കാണണം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരസ്പരം ധാരണയോടെ പൊതുവായ അഭിപ്രായം പറയുന്നതാണ് നല്ലത്. വകുപ്പ് മന്ത്രി അറിയാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഹെലികോപ്റ്ററിൽ ഇൻവെസ്റ്ററെ കാണാൻ പോയത് ശരിയാണോ എന്നും ഏതാണ് ആ ഇൻവെസ്റ്റർ എന്ന് ഇപ്പോഴല്ലെങ്കിലും പിന്നീടെങ്കിലും പറയേണ്ടി വരുമല്ലോ എന്നും MLA പറഞ്ഞു. ഈ ഹെലികോപ്റ്റർക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എത്രയോ തവണ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയതാണ്.
മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ തുറന്ന ആളുകളോട് അഭിപ്രായം പറയണം. ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഒരറ്റത്ത് മുഖ്യമന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിനല്ല ഉപയോഗിച്ചതെന്ന്, മറ്റൊരിടത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിന് കാറല്ല ഇനി ചിലപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. ഇതിലൊക്കെ ഏതാണ് ശരി എന്ന് പരസ്പരം ധാരണയുണ്ടാക്കി പൊതുവായ അഭിപ്രായങ്ങൾ പറയുകയായിരിക്കും ഏറ്റവും നല്ലത്. അതൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കാണാൻ പോകേണ്ടതുണ്ടോ? അങ്ങനെ കാണാൻ വ്യവസായ വകുപ്പ് മന്ത്രി പോലും അറിയാതെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? അതൊക്കെ യാഥാർത്ഥ്യമാണോ? അതൊക്കെ വരുന്ന കാലങ്ങളിൽ തെളിയിക്കപ്പെടും. അന്ന് ഏതായിരുന്നു ആ ഇൻവെസ്റ്റർ എന്ന് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ അന്ന് പറയേണ്ടി വരുമല്ലോ. അന്ന് കേൾക്കാം. TCV ന്യൂസ്, തൃശൂർ. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനമൊരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. രാവിലെ 7 മുതലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചത്. കിഴക്കേ നടയിലെ ഭഗവതി അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. അടുത്ത മാസത്തേക്കുള്ള ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർക്കായി പ്രത്യേക വരി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബുക്കിംഗ് രശീതിയും ആധാർ കാർഡും സഹിതം ദർശന സമയത്തിന് കുറഞ്ഞത് അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേ നടയിലെ നിലവിലെ വരിയുടെ വടക്കേ അറ്റത്താണ് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള പ്രത്യേക പ്രവേശന വരി ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂറിലും വൈകിട്ട് 4 മുതൽ 5 വരെ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ലഭ്യമാകും. ഭക്തരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ദർശനം കൂടുതൽ ക്രമബദ്ധമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ കുറുപ്പം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ച് കോർപ്പറേഷൻ. കാനയിൽ റീത്ത് വെച്ച് BJPയുടെ പ്രതിഷേധം. നിർമ്മാണത്തിന്റെ പേരിൽ കോൺഗ്രസ് ഭരണസമിതിയിൽ ഭിന്നത. സ്വരാജ് റൗണ്ട് മുതൽ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ വരെയുള്ള റോഡിലെ കാനയുടെ സ്ലാബിന് മുകളിലാണ് തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്നത്. കാലപ്പഴക്കം ചെന്ന സ്ലാബുകളുടെ മുകളിലാണ് അതിന്റെ 10 മടങ്ങ് കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. ഇത്തരത്തിൽ റോഡിന്റെ ഒരു വശത്തെ കോൺക്രീറ്റിംഗ് പകുതിയിലധികം നടത്തിക്കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ പ്രവൃത്തികൾ തടഞ്ഞ് രംഗത്തെത്തിയത്. പിന്നാലെ LDF കൗൺസിലർമാരും പ്രതിഷേധവുമായി എത്തി. BJP ആകട്ടെ കാനയിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധിച്ചത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയത മാത്രമല്ല അഴിമതിയുണ്ടെന്നും ഇത്തരം വികസന പ്രവർത്തനം അനുവദിക്കില്ലെന്നും BJP കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് രഘുനാഥ് C. മേനോൻ പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, കൗൺസിലർമാരായ വിൻഷി അരുൺകുമാർ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, പത്മിനി ഷാജി, മുംതാസ്, വിനോദ് കൃഷ്ണ, കൃഷ്ണമോഹൻ, BJP മണ്ഡലം പ്രസിഡന്റ് വിപിൻ കുമാർ എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധം ശക്തമായതോടെ നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് മേയറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. കാനയല്ല, ആവശ്യമായ ഗ്രില്ലുകളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള നടപ്പാത നിർമ്മാണമെന്നായിരുന്നു മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ വിശദീകരണം. അതേസമയം ആവശ്യമായ കൂടിയാലോചനകളില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്നാരോപിച്ച് ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിരഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഇത് ഭരണസമിതിയിലെ ഭിന്നത കൂടുതൽ വെളിവാക്കുകയാണ്. TCV, തൃശൂർ. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയും പാചകവാതക സിലിണ്ടർ വിതരണം പഴയപടിയാകുകയും ചെയ്തിട്ടും ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് തീ വില തന്നെ. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ് സാധാരണക്കാർ. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കിയെങ്കിലും വിപണിയിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് തീ വിലയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തിന്റെ പേരിൽ വില വർദ്ധിപ്പിച്ച ഭക്ഷണ സാധനങ്ങളുടെ നിരക്ക് പാചകവാതക സിലിണ്ടർ വിതരണം പഴയപടിയായിട്ടും കുറയ്ക്കാത്തത് വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന സാധാരണക്കാർക്ക് വൻ തിരിച്ചടിയായി മാറുകയാണ്. പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നും ജോലിക്കും പഠനത്തിനുമായി വന്ന് താമസിക്കുന്നവരാണ് നിത്യച്ചെലവ് താങ്ങാനാകാതെ നട്ടം തിരിയുന്നത്. ഉയർന്ന വാടകയ്ക്കും ഹോസ്റ്റൽ ഫീസിനും പുറമെ ഭക്ഷണത്തിനാകുന്ന അധിക ചെലവും ഇവർക്ക് വലിയ ബാധ്യതയാവുകയാണ്. ചായയ്ക്കും ചെറുകടികൾക്കുമെല്ലാം 2 മുതൽ 3 രൂപയുടെ വിലവർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത്. മുൻപ് 60 മുതൽ 90 വരെ വിലയ്ക്ക് ലഭിച്ചിരുന്ന ഊണിന് നിലവിൽ 70 മുതൽ 120 വരെയാണ് ഈടാക്കുന്നത്. ഇറച്ചി, മീൻ വിലയിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 12 രൂപയായിരുന്ന ചായവില 15-ലേക്കെത്തി. കട്ടൻ ചായ വില 10-ൽ നിന്നും 12-ലേക്കും എത്തി. സാധാരണക്കാർ ആശ്രയമായി കണ്ടെത്തിയിരുന്ന പൊറോട്ടയ്ക്കും വില 15 കടന്നു. ഇഡ്ലിയും ദോശയും അപ്പവും അടക്കമുള്ള മറ്റു ഭക്ഷണ സാധനങ്ങൾക്കും സമാന അവസ്ഥയാണ്. ബേക്കറികളിലും ചായക്കടകളിലും വിൽക്കുന്ന പലഹാരങ്ങൾക്ക് 15 രൂപയാണ് മിനിമം വില.
ചില സാധനങ്ങൾക്ക് ഇതിലും വില കൂടും. എന്നാൽ വാങ്ങുന്ന വിലയ്ക്ക് അനുസൃതമായി പലഹാരങ്ങൾക്ക് വലിപ്പമില്ലെന്ന ആരോപണവും ശക്തമാണ്. പല ചെറുകടികൾക്കും വലിപ്പക്കുറവിന് പുറമെ ഗുണമേന്മ കുറവാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. എന്നാൽ പച്ചക്കറി, മത്സ്യം, മാംസമടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില 10 മുതൽ 30% വരെ കൂടിയെന്നും വിറക്, ഓയിലടക്കം ചെലവേറി കഴിഞ്ഞതായാണ് വില കുറയ്ക്കാൻ കഴിയാത്തതിന് കാരണമെന്നുമാണ് ഭക്ഷണോൽപാദന വിതരണ മേഖലയിലുള്ളവരുടെ വാദം. തൽസ്ഥിതി തുടർന്നാൽ ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് കവർച്ച, 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച അക്ബറും കുടുംബവും പുറത്തുപോയി രാത്രി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും, ആധാർ കാർഡ്, RC ബുക്ക് എന്നിവ ഉൾപ്പെടെ കൊണ്ടുപോയി. അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. പിറകുവശത്തെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെരുവനായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് TCV റിപ്പോർട്ടർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ബ്യൂറോ റിപ്പോർട്ടർ കാട്ടൂർ സ്വദേശി ചിറമൽ രാകേഷിനാണ് പരിക്കേറ്റത്. കാട്ടൂർ പൊന്നനം പൂമരച്ചൂടിന് സമീപമാണ് അപകടം. രാകേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുന്നിലേക്ക് തെരുവനായ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ രാകേഷിനെ കരാഞ്ചറ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാകേഷിന്റെ തോളെല്ലിന് പൊട്ടൽ സംഭവിച്ചു. സാങ്കേതിക മികവിന്റെ പുതുചരിത്രമെഴുതി CCTV. കേരള വിഷന് കീഴിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളുടെ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് സംവിധാനം ഒരുക്കിയ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന അഭിമാന നേട്ടമാണ് CCTV കൈവരിച്ചത്. കുന്നംകുളം KMA ഹാളിൽ നടന്ന ചടങ്ങിൽ MPLS നെറ്റ്വർക്ക് പ്രഖ്യാപനവും ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1,00,000 പിന്നിട്ടതിന്റെ ആഘോഷവും തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. CCTV മാനേജിംഗ് ഡയറക്ടർ KD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. MPLS പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. കേവലം ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണെങ്കിലും ഉപഭോക്താക്കളോടുള്ള ചുമതലകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഡിസ്ട്രിബ്യൂഷന് ഏറ്റെടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് CCTV MPLS പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് അനിൽ മംഗലത്ത് വ്യക്തമാക്കി. തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് നിർവഹിച്ചു. കേരള വിഷൻ ക്വാളിറ്റി അഷുറൻസ് മേധാവി VA രാജേഷ് MPLS വിശദീകരണം നടത്തി. KCCN ചെയർമാൻ PP സുരേഷ് കുമാർ, ടേണിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ KV രാജൻ, KDDL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സിജി ജോസ്, KCDL കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ അനിൽ K നായർ, റെയിൽടെൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജിത് കുമാർ K, ഫോൺ BDMM S സജിത്, BSNL ഭാരത് ഫൈബർ ബിസിനസ് മാനേജർ ടോണി, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV ചെയർമാൻ KR അനന്തരാമൻ, CCTV ഡയറക്ടർ NV അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു.
കേബിൾ TV ഓപ്പറേറ്റർമാർ, സബ് ഡിസ്ട്രിബ്യൂഷൻ പ്രതിനിധികൾ, വിവിധ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പ്രതിനിധികൾ, CCTV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് മണത്തലയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ സ്ത്രീകളടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി തയ്യൂർ മായംമരയ്ക്കാർ വീട്ടിൽ ജസ്ന, തമ്പുരാൻപടി നമ്പിയത്ത് വീട്ടിൽ ദീപ്തി, എരുമപ്പെട്ടി കരക്കെട്ടി വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മണത്തല മുല്ലത്തറത്തിലെ തച്ചപ്പള്ളി ഗോൾഡ് ലോൺ സ്ഥാപനത്തിലാണ് സംഭവം. 8 ഗ്രാം 150 മില്ലി തൂക്കമുള്ള വള പണയം വെച്ച് 80,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ജീവനക്കാരന് സംശയം തോന്നിയതോടെ സ്ഥാപന ഉടമ മനോജ് തച്ചപ്പള്ളി ആഭരണം പരിശോധിച്ചപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത്. തുടർന്ന് മൂവരെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷം ചാവക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അളഗപ്പ നഗറിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എരിപ്പോട് ആമ്പിലി കളരിക്കൽ തങ്കപ്പന്റെ മകൻ 25 വയസ്സുള്ള അനന്തുകൃഷ്ണനാണ് മരിച്ചത്. ഒരാഴ്ച മുമ്പാണ് ഇയാൾക്ക് പനി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആമ്പല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കാണ് അനന്തകൃഷ്ണൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന് അനുകൂലമായി സർക്കുലർ ഇറക്കിയതിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയ്ക്ക് നേരെ ഉണ്ടായ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. സുഗതനെ വിയൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മദനിയെപ്പോലെ പെരുമാറരുത്. KM ഷാജി മന്ത്രിയായല്ല മദനിയായാണ് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ കോൺഗ്രസിന്റെ നിലപാടാണോ അതോ KM ഷാജിയെ പോലുള്ള ആളുകളുടെ മതമാണ് എന്ന നിലപാടാണോ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കണം. VD സതീശൻ ഇപ്പോൾ പിണറായി വിജയനേക്കാൾ അസഹിഷ്ണുത ആയിരിക്കുന്നുവെന്നും സുരേഷ് പറഞ്ഞു. അനുകൂലമായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഡോക്ടർ ചിത്രയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള നടപടി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഡോക്ടർ ചിത്ര നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിൽ KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ളതാണ് KM ഷാജിയുടെയും സർക്കാരിൻ്റെയും നയമെങ്കിൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ നടപ്പാക്കേണ്ടത് ആ നയമാണ് എന്നുള്ള വാദമാണോ ശ്രീ VD സതീശനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനുമുള്ളത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് KM ഷാജിയുടെ പെരുമാറ്റം കാണുമ്പോൾ മന്ത്രിയായിട്ടല്ല മദനിയായിട്ടാണ് KM ഷാജി കേരളം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രീ VD സതീശൻ അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടാണോ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതോ KM ഷാജിയെ പോലെയുള്ള മതമാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ നിലപാടാണോ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. ജാതീയതയും ജാതി വിവേചനവും കേരളത്തിൽ കൂടുതൽ ശക്തി ആർജിക്കുകയാണെന്ന് പ്രൊഫസർ C. വിമല പറഞ്ഞു. നവോത്ഥാന പ്രക്ഷോഭകർക്കൊടുവിൽ ജാതീയത അപ്രത്യക്ഷമായെന്ന് ഇപ്പോഴും അത് തിരിച്ചു വരുന്നു എന്നുള്ള തരത്തിലുള്ള ആഖ്യാനം തെറ്റാണെന്നും ജാതീയത അന്നും ഇന്നും ഇവിടെ ഉണ്ടായിരുന്നുവെന്നും കൂടുതൽ പ്രബലമാവുകയാണുണ്ടായതെന്നും അവർ പറഞ്ഞു. സെക്യുലർ ഫോറം തൃശൂരിൽ സംഘടിപ്പിച്ച ജാതീയത, ആചാരവാദം, ജനാധിപത്യം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭയം ജനിപ്പിച്ചുകൊണ്ട് എതിരിട്ട ഭരണാധികാരികൾക്കെതിരെ നർമ്മവും ആത്മബന്ധവും കൊണ്ടാണ് യുവാക്കൾ ജന്തർ മന്ദറിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭം നയിച്ചത് എന്ന് പ്രൊഫസർ C. വിമല ചൂണ്ടിക്കാട്ടി. PC ഉണ്ണിച്ചക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. സെക്യുലർ ഫോറം ചെയർമാൻ ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. TA ഇക്ബാൽ, അഡ്വക്കേറ്റ് കുക്കു ദേവകി, സെക്യുലർ ഫോറം ജനറൽ കൺവീനർ T. സത്യനാരായണൻ, കൺവീനർ ഹെർബർട്ട് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ഓഫീസ് തൃശൂർ പാട്ടുരാക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് M. രേഷ്മ മേനോൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ CM ശ്രീജ, ബയോളജിസ്റ്റ് KN ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്ലൈറ്റ് നേരത്തെ പോയി യാത്ര മുടങ്ങിയതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി.
തൃശൂർ കുറുമാൽ സ്വദേശി വടക്കൻ വീട്ടിൽ ഫ്രിൻഡോ, ഭാര്യ രഹ്ന ഫ്രിൻഡോ എന്നിവർ ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊച്ചിയിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ഉപഭോക്തൃ കോടതി വിധിയായത്. സേവനത്തിലെ വീഴ്ചയും ഹർജിക്കാരന് സംഭവിച്ച ബുദ്ധിമുട്ടുകളും പരിഗണിച്ച് നഷ്ടപരിഹാരമായി 25,000 രൂപയും ചെലവിലേക്ക് 10,000 രൂപയും നൽകുവാൻ കോടതി ഉത്തരവിട്ടു. ഹർജിക്കാർക്കു വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി കോടതിയിൽ ഹാജരായി. തൃശൂർ കോർപ്പറേഷനും ദി ഒബ്സ്റ്റെട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും ജില്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി അധ്യാപകർക്കും ആരോഗ്യ ക്ലബ്ബ് കോർഡിനേറ്റർക്കുമായി ആർത്തവ വിരാമ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പൂർണ്ണ എന്ന പേരിൽ ടൗൺഹാളിൽ നടന്ന പരിപാടി ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ചലച്ചിത്ര താരം ലെന ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ലെന നിർവഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ബിന്ദു മേനോൻ, ഡോക്ടർ ദീപ്തി, ഡോക്ടർ നീത ജോർജ്, ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ പ്രധാന അധ്യാപിക KP ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ശരിയായ അവബോധവും സമൂഹത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 500ഓളം അധ്യാപകരും ആരോഗ്യ ക്ലബ്ബ് കോർഡിനേറ്റർമാരും പങ്കെടുത്തു. ശരീരം തളർന്ന് കിടപ്പിലായ ഭർത്താവിനെയും വീണ് കിടപ്പിലായ മകനെയും ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ രോഗിയായ വീട്ടമ്മ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പഴമ്പാലക്കോട് തൊട്ടിയമ്പള്ള കാഞ്ഞിരക്കാട് മാധവൻ ഭാര്യ സുശീലയാണ് ചികിത്സാ സഹായം തേടുന്നത്. തിരുവിലാമലയിലെ കടയിൽ ജീവനക്കാരനായിരുന്ന മകൻ സനീഷിന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൂടാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റ സുശീലയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയില്ല. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൂവരുടെയും ചികിത്സ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സയും കുടുംബച്ചിലവുകളും തുടർന്നു പോയിരുന്നത്. ഇനി അങ്ങോട്ടുള്ള സുമൻസുകളുടെ സഹായം തേടുകയാണ് വീട്ടമ്മ. ഉദാരമതികൾക്ക് തിരുവില്ലാമലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 444660777923 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തിരുവില്ലാമല. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഭവനിൽ ബ്രാഞ്ച് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TG രഞ്ജിത്ത്, CN സിമി, ജില്ലാ ഭാരവാഹികളായ ജോൺലി മാത്യു, ജോഷി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വിളിക്കാതെ തന്നെ ഒട്ടനവധി ആളുകൾ അവിടേക്ക് ഒഴുകി വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സംഘടനയെ സംബന്ധിച്ച് കൃത്യമായി ചൂണ്ടലിൽ ബൈക്ക് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. ചാവക്കാട് പാലയൂർ സ്വദേശികളായ ശ്രീരാഗ്, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് ചൂണ്ടലിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,200 രൂപ, പവന് 1,05,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം. നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ജില്ലാ ലേബർ ഓഫീസറുടെയും ACPയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 63 പേർ. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിലെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു.
ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രളയ ദുരന്തം നേരിടുന്നതിൽ സർക്കാരിന് വലിയ പാളിച്ച ഉണ്ടായെന്ന് മുൻ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാളാൻ കാരണമായെന്ന് കെ രാജൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശനം പ്രാബല്യത്തിൽ വന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് വെർച്വൽ ക്യൂ ദർശന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ കുറുപ്പം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ച കോർപ്പറേഷൻ. കാനയിൽ റീത്ത് വെച്ച് ബിജെപിയുടെ പ്രതിഷേധം. നിർമ്മാണത്തിന്റെ പേരിൽ കോൺഗ്രസ് ഭരണസമിതിയിൽ ഭിന്നത. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയും പാചകവാതക വിതരണം പഴയപടിയാകുകയും ചെയ്തിട്ടും ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് തീവില. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ് സാധാരണക്കാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.